ഹലോ എവ്രി വൺ, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുളിശ്ശേരി റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിലും നമുക്ക് ഈ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. മത്തങ്ങയും വെള്ളരിക്കയുമാണ് ഇന്നത്തെ പുളിശ്ശേരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായും കാണണം കേട്ടോ. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും വെള്ളരിക്കയും ഇതുപോലെ നുറുക്കിയതും, ഒരു തണ്ട് വേപ്പിലയും, ഒരു ടീസ്പൂൺ ഉപ്പും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഒരു അര ഗ്ലാസ് മാത്രം, അതായത് 125 ml വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തൈര്, ഞാനിവിടെ യോഗട്ടാണ് യൂസ് ചെയ്യുന്നത്, അര കപ്പ് നാളികേരം, 2 പച്ചമുളക്, ഒരു ചുള വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഫൈനായി അരച്ചെടുത്ത് കൊണ്ടുവരാം. നാളികേരം അരയ്ക്കാനായി ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത തൈര് തന്നെ മതി. നമ്മുടെ നാളികേരമൊക്കെ നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടും. ഞാനിവിടെ ഒരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിലാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന കഷ്ണങ്ങളും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ജസ്റ്റ് ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി ഇവിടെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഒറ്റ വിസിലിൽ വേവുന്ന കൊള്ളിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ മത്തങ്ങയുടെ കൂടെ ഒരു കഷ്ണം കൊള്ളി കൂടി ചേർത്ത് കൊടുത്തൊക്കെ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു കഷ്ണം കൊള്ളി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് നല്ല ഫൈനായി അരച്ച് വെച്ച് നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ നല്ല തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായി ഞാനൊരു തട്ക പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി ഉലുവയും മുളകുമൊക്കെ മൂത്ത് കിട്ടിയാൽ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാനത് സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനും അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഇനി ഈ കുക്കർ നമുക്ക് 2-3 മിനിറ്റ് നേരത്തേക്ക് കൂടി ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പുളിശ്ശേരി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീരെ കുറവ് സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പുളിശ്ശേരിയാണിത്. ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ പൈനാപ്പിൾ പുളിശ്ശേരിയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് പേർ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ് ആ വീഡിയോയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള പുളിശ്ശേരി റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.